KSUവിന്റെയും ജില്ലാ പ്രസിഡന്റ് അതുൽ നമ്മളോടൊപ്പം. അതുൽ, എന്താണ് റിബിന്റെ ആരോഗ്യസ്ഥിതി? എന്താണ്, ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? നിലവിൽ ഇവിടെ കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഗുരുതരമായ സാഹചര്യമാണ്. 10-40 ആളുകൾ ഇവിടെ ചവിട്ടിക്കൂട്ടുക. എന്താ മനുഷ്യത്വ രഹിതമായ നിലപാടാണ് SFIയുടെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റിബിൻ മുന്നേ SFIയുടെ അക്രമങ്ങൾക്ക് പരിക്കേറ്റ് നടുവിന് വലിയ ചികിത്സ കിട്ടി. ഇപ്പോഴും ആ പരിക്കുകൾ മാറാതെ നിൽക്കുന്ന ഒരു പയ്യൻ. ലാത്തിചാർജൊക്കെ നടന്ന സമയത്ത് അവിടെ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അവർ വളഞ്ഞു വെച്ച് ആക്രമിച്ചു. അതെ, 10-40 ആളുകൾ വളഞ്ഞിട്ടൊരു വിദ്യാർത്ഥി ആക്രമിക്കുക. ഇവരെന്ത് ഗുണ്ടകൾ? ഇവർ ഈ IT പഠിക്കുന്നത് എന്താ? SFI പഠിപ്പിക്കുന്നത് എന്താ? നമ്മുടെ നേതാക്കൾ വിദ്യാർത്ഥിക്ക് മാത്രമല്ലേ, ബാക്കി നമ്മുടെ 6 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. 6 വിദ്യാർത്ഥികൾ. KSUവിന്റെ ഇവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളുടെ അർജുൻ, അതുപോലെ തന്നെ രാകേഷ്, റിബിന്, ബിദുല് അടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ദാക്ഷമാണ്! ഒരു കൊടി കെട്ടിയതിന്റെ പേരിലല്ലേ? KSU നേതാക്കന്മാർ ഒന്ന് പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പോയതിന്റെ പേരിലല്ലേ? എന്താ ഇവരുടെ ധാർഷ്ട്യം? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? കണ്ണൂർ ജില്ലയിലെ ഒരു ക്യാമ്പസ് അല്ലേ? ഈ ക്യാമ്പസ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പറ്റില്ല എന്ന് പറയുന്നത് SFIയുടെ നേതാവ്. അതാണ് അത്ഭുതം. SFIയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടെ ജില്ലാ സെക്രട്ടറി പറയാ അടിക്കടിക്കുന്ന്. അവർ പഠിപ്പിക്കുന്ന പാടെന്താ? ഗുണ്ടകളൊക്കെ വളർത്താൻ വേണ്ടിയില്ല അവർ നോക്കുന്നത്. എന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണോ? എല്ലാ കാലത്തും അടിയും കൊണ്ട് പോകാൻ പറ്റുമോ? പിന്നീട് പോലീസ് ഇടപെട്ടാണല്ലോ റിബിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതെ, പോലീസ് ഇടപെട്ട് അവരെ ആദ്യഘട്ടത്തിൽ പോലീസ് നോക്കിയിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, വിദ്യാർത്ഥികളായി നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ നിലപാടും എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പോകുന്നത്. ആ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഇവർ തയ്യാറായില്ല. റിബിനെ അടിക്കുന്നത് നോക്കിയിരുന്നു. അവസാനം അടിച്ചിട്ട് അവരെ റിബിനെ ഒറ്റക്കാക്കി അവിടെ പോയതിനു ശേഷം പോലീസുകാരെ എടുത്തു കൊണ്ടുവരുന്നു. ആ ദൃശ്യം നിങ്ങൾ കണ്ടതല്ലേ? അവരെ തൂക്കിയെടുത്ത് ബോധരഹിതനായി കൊണ്ടുവരുന്ന ആ കാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നേ പരിക്കുകളോടെ പരിക്ക് പറ്റിയ വിദ്യാർത്ഥി വീണ്ടും പരിക്ക് പറ്റി ബോധരഹിതനായിട്ട് അവിടെ മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുക. എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ആലോചിക്കൂ. എന്ത് തെറ്റ് ചെയ്തു? ഒരു കൊലപാതകം ചെയ്തോ? അല്ലെങ്കിൽ വേറൊരു വിദ്യാർത്ഥി SFIക്കാരൻ ആക്രമിച്ചോ? ഒന്നും ചെയ്തില്ല. ഇവിടെ പഠിച്ചു. KSUവിന്റെ ദീപശിഖാംഗതമായ ആ നീലപ്പൊൻപതാകെ ഈ ക്യാമ്പസിനകത്തുനിന്ന് കിട്ടി. KSUവിന്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നു. ഇതല്ലാണ്ട് എന്ത് തെറ്റ്? ഇതൊക്കെ SFIക്ക് എങ്ങനെ തെറ്റാകുന്നു? ഇവർ വിദ്യാർത്ഥി സംഘടനയോ ഫാസിസ്റ്റ് സംഘടനയോ? ഇവരെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? എന്താ ഇത് തോന്നിവാസം?